പാരമ്പര്യ തനിമയിൽ നെല്ലുകുത്ത് മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര പാട്ടുത്സവത്തിൽ ശ്രീകോവിലിനകത്ത് നിവേദ്യത്തിനായും മറ്റ് അടിയന്തരാദി കാര്യങ്ങൾക്കും പാരമ്പര്യ രീതിയിലാണ് നെല്ലുകുത്തിയെടുക്കുന്നത്. അമ്പലങ്ങളിലും കാവുകളിലും തറവാടുകളിലും സ്ഥാനങ്ങളിലും ഇന്ന് പല ചടങ്ങുകളും അന്യം നിന്നു പോകുന്ന കാഴ്ച അനിതരണ സാധാരണമായി മാറിയിരിക്കുകയാണ്. അതിലൊന്നാണ് ക്ഷേത്രത്തിലെ നിവേദ്യത്തിനും അടിയന്തരാദി കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള അരിക്കായി നെല്ല് കുത്തിയെടുക്കുന്ന കാഴ്ച. ഒരുരലിന് കീഴിൽ രണ്ട് സ്ത്രീകൾ ഉലക്ക കൊണ്ട് രണ്ട് കൈകളും ഉപയോഗിച്ച് ഒരു പ്രത്യേക താളത്തിൽ നെല്ല് കുത്തിയെടുക്കുന്ന കാഴ്ച നയന മനോഹരവും ഒപ്പം പാരമ്പര്യ തനിമ തോറ്റി ഉണർത്തുന്നതുമാണ്. വീട് ഇടിച്ചിറക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് അതിപ്പോൾ എല്ലാവർക്കും അന്യാദപ്പെട്ടു പോയി. പക്ഷേ ഇന്നും ഞങ്ങളുടെ സമുദായത്തിൽ ഇടിച്ചെടുക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം ഇന്നും അത് ഇന്നും ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിക്കാതെ വരുന്ന ആരിപ്പോൾ ഈ മേഖലയ്ക്ക് കടന്നു വരുന്നില്ല. ഇപ്പോൾ പണ്ടൊരു വയസ്സന്മാരെങ്കിലും ഇരിക്കുന്നു എന്നെ അവർ ചെറുപ്പക്കാരെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. എന്നാലും ഞങ്ങൾ കൈനിർത്ര ഇടിച്ച് അന്നേരം ആ നിവേദ്യം ഇടിച്ച് തരക്കിയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത് എന്നും ഞങ്ങളങ്ങനെ ചെയ്യും. അമ്മക്ക് ഞങ്ങൾ പല പ്രാവശ്യം രാശി വിരിച്ചിട്ട് നോക്കി ഇടിച്ചെടുക്കുന്നത് മാറ്റിയിരിക്കുന്നത്. പക്ഷെ അമ്മ വിടുന്നില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ മുറ തെറ്റാതെ കണ്ട് ഇപ്പോഴും ഇടിച്ചടുക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യും. പുതുതലമുറയ്ക്ക് ഇന്ന് പരിചിതമില്ലാത്തതാണ് ഈ കാഴ്ച. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര പാട്ട് മഹോത്സവത്തിന് ക്ഷേത്രത്തിലെ ശ്രീകോവിലുകൾക്ക് ഉള്ളിലും മറ്റ് അടിയന്തരാദി കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള അരിക്കായി നെല്ല് കുത്തിയെടുക്കുന്ന കാഴ്ച കണ്ടുനിന്നവരിൽ കൗതുകവും പഴയകാല ഓർമ്മകളെ മാടി വിളിക്കുന്നതുമായി മാറി. ഇന്ന് അമ്പലങ്ങളിലും മറ്റു ദേവസ്ഥാനങ്ങളിലും ഇത്തരം കാര്യങ്ങൾക്ക് അരി കടകളിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാറാണ് പതിവ്. അപൂർവം ക്ഷേത്രങ്ങളിലും തറവാടുകളിലും സ്ഥാനങ്ങളിലും മാത്രമാണ് ഇത്തരം പാരമ്പര്യ ചടങ്ങുകൾ ഇന്നും നിലനിന്നു പോരുന്നത്. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.